ഹലോ നമസ്കാരം. എല്ലാവർക്കും ഈ പേജിലേക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പെരുമ്പാവൂർ സിഗ്നലിന് തൊട്ട് മുന്നിൽ കാണുന്ന ഇടതുവശത്ത് കാണുന്ന പുതിയ സൂപ്പർ മാർക്കറ്റില്ലേ മൂലൻസ്. കുറച്ച് നാളായി വന്നിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോകാനായിട്ട് പെരുമ്പാവൂർ സിഗ്നൽ, അതുപോലെ തന്നെ കാലടി പാലം, കാലടി ടൗൺ, മറ്റൂർ ജംഗ്ഷൻ ഒന്നും ബ്ലോക്കിൽ കിടക്കാതെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ പറ്റിയൊരു ചെറിയൊരു എളുപ്പവഴിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ മൂലൻസും മാർജിൻ ഫ്രീ മാർക്കറ്റ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് ടേൺ ആണ് നമുക്ക് എടുക്കേണ്ടത്. കണ്ടോ, ഈ ലെഫ്റ്റിലൊക്കെയുള്ള ടേൺ കൃത്യമായിട്ട് കടകളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ലെഫ്റ്റ് ടേൺ നേരെ ചെന്നിട്ട് ഇപ്പോഴൊന്നും തിരിയേണ്ട വഴി വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ തിരിയേണ്ട കാര്യങ്ങളും അവിടെയുള്ള കടകളുടെ പേരെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതങ്ങോട്ട് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് റൈറ്റാണ് കട്ട് ചെയ്യേണ്ടത്. റൈറ്റ് കട്ട് ചെയ്യുന്ന ഓർത്ത് തന്നെ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കപ്പേള ഉണ്ട്. ഇത് കേട്ടോ കപ്പേള. ഇനി നമ്മൾ റൈറ്റ് തിരിഞ്ഞ് ടേൺ ചെയ്ത് വരുമ്പോൾ നേരെ ഒരു ചുമപ്പ് കളർ ബോർഡിൽ ഹോട്ടലിൻ്റെ ബോർഡൊക്കെ കണ്ടോ. ഇവിടെ നിന്ന് റൈറ്റ് അങ്ങോട്ട് ടേൺ ചെയ്ത് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്കൊരു HP പമ്പൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ടോ, പമ്പൊക്കെ കണ്ടോ. ഇനി ഇതുപോലെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് ചെല്ലുമ്പോണ്ടല്ലോ, കുറച്ച് ദൂരം മുന്നോട്ടേക്ക് ചെല്ലുമ്പോൾ നമ്മൾ സ്ലൈറ്റ്ലി ലെഫ്റ്റിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ചെറുതായിട്ട് ഇടത് റോട്ടിലേക്കാണ് കയറണം. അപ്പോൾ ആ റോഡിലേക്ക് കയറുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഏത് റോഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പാവൂരിൽ നിന്ന് ആലുവയ്ക്ക് പോണ റോഡിലേക്കാണ് നമ്മൾ കയറുന്നത്. ചെറിയൊരു ടേണിങ് ലെഫ്റ്റിലേക്ക് കണ്ടോ. പെരുമ്പാവൂരിൽ നിന്ന് ആലുവയ്ക്ക് തന്നെ നേരെ പോണ റോഡാണ് കേട്ടോ. അതിൽ നമ്മൾ കയറിയിട്ട് പിന്നെ നമ്മൾ വേറെ ഉടനെ എങ്ങും തിരിയരുത്. സിഗ്നലൊക്കെ കാണും, എങ്ങും തിരിയരുത്, നേരെ തന്നെ പോകണം. നടന്നു വരുമ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടോ ഒരു വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇതുണ്ടോ റൈറ്റിലേക്ക് ഗാന്ധി സ്ക്വയർ. ഈ റൈറ്റ് കട്ടിയാ കണ്ടോ ഫ്രണ്ടിൽ പോണ വണ്ടി. ആ വണ്ടി റൈറ്റിലേക്ക് പോകണത് അങ്കമാലിക്ക് പോകാം. നമുക്ക് അവിടേക്കൊന്നും പോകണ്ട, നമുക്ക് നേരെയാണ് പോകേണ്ടത്. റൈറ്റ് സൈഡിൽ കണ്ടോ ബസ്സൊക്കെ കയറി വന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി വരുന്ന സ്ഥലമാണ്. നമുക്ക് ഇവിടേക്ക് നേരെ പോകാം. നമുക്ക് ഇനി തിരിയേണ്ട സ്ഥലം കുറച്ച് കഴിഞ്ഞാണ്ട് ചെല്ലുമ്പോണ്ടല്ലോ ഒരു പാലൊക്കെ കയറും. പാലൊക്കെ കയറി ഫസ്റ്റ് റൗണ്ട് അബൌട്ട് വരും. ഫസ്റ്റ് റൗണ്ട് അബൌട്ടിൽ നിന്നാണ് നമുക്ക് തിരിയേണ്ടത്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പാലം ഏകദേശം പാലം കയറിയിട്ടുണ്ട്, ചെറിയ പാലം. ഇനി ഇത് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് റൈറ്റിൽ തിരിയേണ്ടത്. കൃത്യമായിട്ട് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ റൈറ്റ് തിരിയാൻ പോണ വഴിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പാവൂരിൽ നിന്ന് ആലുവയ്ക്ക് ട്രാൻസ്പോർട്ട് ബസ് പോകുന്ന റൂട്ടിലേക്കാണ് നമ്മൾ തിരിയാൻ പോകുന്നത്. തിരിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, തിരിഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ HP പമ്പ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഓരോ പമ്പും അതുപോലെ തന്നെ ഓരോ കടകളും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്ലോക്കില്ലാതെ നെടുമ്പാശ്ശേരിക്ക് അത്യാവശ്യമായിട്ട് പോകുന്നവർക്ക് ബ്ലോക്കില്ലാതെ ഷുവറായിട്ടും ഒരു 45 മിനിറ്റിനുള്ളിൽ കൺഫേം ആയിട്ട് ചെല്ലാൻ പറ്റുന്ന ഒരു വഴിയാണിത്. ഒരിക്കലും 1 മണിക്കൂർ 3/4 മണിക്കൂർ ഒന്നും റോഡിൽ കിടക്കണ്ട. ഇനി കണ്ടോ, ഇനി കംപ്ലീറ്റ് തിരുവരാണിക്കുളം ടെമ്പിളിൻ്റെ ബോർഡ് ഉണ്ടാവും. 1 കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റാണ് തിരുവരാണിക്കുളം ടെമ്പിൾ കാണിച്ചാണ്. കണ്ടോ, മാറമ്പള്ളി ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് നമുക്ക് റൈറ്റ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് ചെല്ലുമ്പോഴാണ് തിരുവരാണിക്കുളം ടെമ്പിൾ വരുന്നത്. ഒരു ചെറിയ പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഒരു പാലമാണ് കണ്ടോ. അമ്പലത്തിൻ്റെ ഒരു ആർച്ചും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. നമ്മൾ നേരെ ചെല്ലും. നേരെ പാലം കഴിഞ്ഞു. ഇവിടെ എങ്ങും നമ്മൾ തിരിയരുത്. എല്ലായിടത്തും നമ്മൾ നേരെ തന്നെ പോകുന്നത്. എല്ലായിടത്തും തിരുവരാണിക്കുളം ടെമ്പിളിൻ്റെ ബോർഡുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി കുറച്ച് ചെല്ലുമ്പോഴാണ് നമുക്ക് തിരിയേണ്ടത്. കുറച്ച് ഇങ്ങനെ പോയി കണ്ടോ കടകളൊക്കെ കാണാം രണ്ട് സൈഡും. ഉണ്ടോ, അടിപൊളി വീടുകളൊക്കെ ഉണ്ട്. 2-3 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഒരു വഴിയാണിത്. ഇനി നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്, റൈറ്റ് ഒരിക്കലും പോകരുത്. അവിടെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, തിരുവനാനക്കുളം ടെമ്പിൾ ടേൺ ലെഫ്റ്റ് എന്നുള്ള ഡയറക്ഷൻ നമ്മൾ കണ്ടിരുന്നു നേരത്തെ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി നേരെ കാണുന്നതാണ് തിരുവനാനക്കുളം ടെമ്പിൾ. കണ്ടോ, ഇതാണ് അമ്പലം. ഈ ലെഫ്റ്റിൽ കാണുന്ന സഹകരണ ബാങ്കാണ്. ഈ നേരെ കാണുന്നതാണ് ഈ അമ്പലം. ഇനി ഇവിടുന്ന് റൈറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇതുണ്ടോ, നമ്മൾ റൈറ്റ് ചേരും. അപ്പോൾ നമ്മൾ റൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനാനക്കുളം അമ്പലം കഴിഞ്ഞിട്ട് നേരെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വരികയാണ്. നമ്മുടെ വളവുകളും കാര്യങ്ങളും തിരിയേണ്ട സ്ഥലം വളരെ കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആർക്കും തന്നെ വഴി തെറ്റാനായിട്ട് യാതൊരുവിധ സാധ്യത ഇതിനകത്തില്ല കേട്ടോ. ഇനി ഇവിടെ എങ്ങും നമ്മൾ തിരിയേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ നമ്മൾ നേരെ പോകണം.
തിരിയണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ടൗൺ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തത്. നമ്മൾ നേരെയാണ് പോകുന്നത്. കാര്യം കുറച്ച് ചെറിയ വഴികളൊക്കെയാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ എല്ലാവരും ശ്രമിക്കണം. പിന്നെ എല്ലാ വളവെങ്കിൽ നമ്മൾ പകലൊക്കെ വരണമെങ്കിൽ ഒന്ന് ഹോൺ അടിച്ചേക്കാം. നമ്മുടെ മെയിൻ റോഡിൽ വരുന്ന പോലെ അല്ലല്ലോ. ഇത് ശ്രീഭൂതപുരം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു സി ക്ലാസ് ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത്. ഇനി നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇവിടെ ഇച്ചിരി കുറച്ച് തിരക്കുണ്ട്. ഇനി ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോകണം. നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത്. കണ്ടോ, അത്യാവശ്യം നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ബൈക്കുകാരൊക്കെ ഇങ്ങനെ സ്പീഡിലൊക്കെ കയറി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കണ്ടോ, ചെറിയൊരു ആക്രിക്കടയുടെ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരിക്കലും നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് പോകാത്തൊരു റൂട്ടായിരിക്കും ഇത്. ഒരു അമ്പലത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടോ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ എല്ലാവർക്കും 1-2 പ്രാവശ്യം തന്നെ നമ്മൾ ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിത് സുഖമായിട്ട് പോകാൻ പറ്റാവുന്ന ഒരു വഴിയായിരിക്കും. ഇവിടെയുള്ള ലോക്കൽ ഉള്ള ആൾക്കാർക്കും ചേട്ടന്മാർക്കൊക്കെ വളരെ സിമ്പിളായിരിക്കും ഈ വഴികളും കാര്യങ്ങളൊക്കെ കാണാപ്പാടാണ്. ഇതുപോലുള്ള 2-3 വഴികൾ ഇതിൽ വേറെ ഉണ്ട്. അപ്പോൾ അറിയാവുന്നവർക്ക് എല്ലാ വഴി അറിയാമെന്ന് പറഞ്ഞ പോലെ അറിയാൻ പാടില്ലാത്തവർക്ക് ഒരു വഴി അറിയാൻ പാടില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലൊരു വഴി ട്രൈ ചെയ്യുക. ചുമ്മാ നമ്മൾ ഈ പെരുമ്പാവൂരും കാലടിയിലും മറ്റൂരൊക്കെ കിടന്ന് കണ്ടോ, മുസ്ലിം പള്ളിയൊക്കെ കണ്ടോ റൈറ്റ് സൈഡിൽ, എല്ലാ ബ്ലോക്കിലും കിടന്ന് സമയം കളഞ്ഞ് നമ്മുടെ ഇന്ധനവും കളഞ്ഞ് എല്ലാം കളയണമെന്തിനാ? അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതിലൊരു വഴിയുള്ളപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് തിരിയേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ നമ്മൾ നേരെയായിട്ട് പോകണം. ഇവിടെ ഒന്നും നമുക്ക് തിരിയേണ്ട ആവശ്യമില്ല. ഇതിൽ വന്നു കഴിഞ്ഞാൽ കൺഫേം 45 മിനിറ്റിനുള്ളിൽ പെരുമ്പാവൂരിൽ നിന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് എത്താം, ഏത് ഈ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ. മറിച്ച് നമ്മൾ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ മറ്റൊരും ഈ പറയുന്ന കാലടിയൊക്കെ ട്രാഫിക് ഇട്ട് കഴിഞ്ഞാൽ 45 മിനിറ്റ് എന്നുള്ളത് ഒരു 1.5 മണിക്കൂറായാലും നമുക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റില്ല ചില സമയങ്ങളിൽ. എല്ലാ സമയത്തും അല്ല, ചില സമയങ്ങളിൽ. അതുകൊണ്ട് അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചൊവ്വരയ്ക്കാണ് വരുന്നത്. നമ്മൾ മെയിൻ റോഡ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ടോ അത്യാവശ്യം മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഗ്ലാസ്സിലെ വെള്ളം വീണ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോണത് ചൊവ്വരയിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം കേട്ടോ. തിരിയണോടത്തൊക്കെ നമ്മൾ വളരെ സാവധാനമാണ് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ വഴികളാണ്, അത് എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. കാരണം പകലൊക്കെ വരണമെങ്കിൽ നമ്മളൊരു ഹോണൊക്കെ അടിക്കുക. മെയിൻ റോഡിൽ വന്ന പോലെ ആവില്ല, കുറച്ച് സ്പീഡിലും. ഇപ്പോൾ അത്യാവശ്യം ഇവിടെ അടുത്തുള്ള വണ്ടികളൊക്കെ ആകുമ്പോൾ കുറച്ച് സ്പീഡിലായിരിക്കും തന്നെ പരിചയം കൂടുതൽ. ഇപ്പോൾ നമുക്ക് ഏറ്റവും പരിചയമുള്ള വഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സ്പീഡിലൊക്കെ നമ്മൾ വരാറില്ല. അതുപോലെ നമ്മളൊരു വണ്ടികളൊക്കെ പ്രതീക്ഷിക്കുക. ഇത്തിരി അത്യാവശ്യം ഉണ്ടോ, ഒരു ചെറിയൊരു ഇടുങ്ങിയ വളവാണ് ഇത് കണ്ടോ. ഒരു വണ്ടിയൊക്കെ വന്നാൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പോൾ അതൊരു സ്പീഡ് നമ്മളെല്ലാവരും ഇതിൽ തന്നെ എല്ലാവരും ഒന്ന് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റുന്ന ഒരു നല്ലൊരു വഴിയാണ്. വേറെ വഴികളില്ല എന്ന് ഞാൻ പറയുന്നില്ല, വേറെ വഴികളുണ്ട്. പക്ഷേ എല്ലാ വഴികളും നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. വരും ദിവസങ്ങളിൽ അടുത്ത വീഡിയോകളുമായി ഞാൻ ഉടനെ തന്നെ അടുത്ത വഴികളുടെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഇതുണ്ടോ, അവിടെ നിന്ന് കയറി വരുന്ന വഴിയുണ്ടോ, അത് കാലടിക്ക് പോകുന്ന വഴിയാണ്. ഇപ്പം നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഈ വഴി ആലുവയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെന്നത് കുറച്ച് ചെല്ലുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് തന്നെ നമ്മൾ റൈറ്റ് അകത്തേക്ക് എയർപോർട്ടിലേക്കുള്ള വഴി തിരിയാണ്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ റൈറ്റ് തിരിയും കേട്ടോ. ഇതുണ്ടോ, ആ കാർ വന്ന വഴിയില്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് തിരിയണത്. കൃത്യമായിട്ട് കണ്ടോ, അവിടെ എയർപോർട്ടിലേക്ക് തിരിയണ വഴിയെന്ന് എഴുതി വെച്ചാൽ കണ്ടോ, കണ്ടോ അവിടെ എയർപോർട്ടിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് തിരിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നേരെയാണ് നമ്മൾ പോണത്. ഇനി നേരെ പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറെ ഒന്നും അറിയാനില്ല. എല്ലായിടത്തും 2 ഡയറക്ഷനിൽ എയർപോർട്ടിൻ്റെ റൂട്ട് എഴുതി വെച്ചിട്ടുണ്ട്, എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴി എന്ന് വെച്ചാൽ നെടുവന്നൂർ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചൊവ്വരയിൽ നിന്ന് നെടുവന്നൂർക്ക് പോകുന്ന വഴിയാണിത്. അടുത്ത ദിവസത്തെ വീടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി വീടുകളൊക്കെ ഉണ്ട്. കുറച്ച് വഴി മോശം ആണെന്നുള്ളത് തുറന്ന് സമ്മതിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഈ കാലടിയിലും പെരുമ്പാവൂരും അല്ലെങ്കിൽ ഔഷധി ജംഗ്ഷനിലും റോട്ടിൽ കിടക്കണമെങ്കിൽ ഭേദമായിട്ട് സുഖമായിട്ട് നമുക്ക് ഈ വഴി വരാം. ഇതുണ്ടോ, ലെഫ്റ്റ് പോകരുത്, നമുക്ക് നേരെയാണ് പോകേണ്ടത്. അവിടെ എയർപോർട്ടിൽ നിന്നുള്ള ബോർഡ് ഉണ്ട് കണ്ടോ, പച്ച കളറിൽ ബോർഡ് കണ്ടോ, നമുക്ക് നേരെയാണ് പോകേണ്ടത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ചെറിയ വഴികളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും മനന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്.
ഒരു ചെറിയ പാലം കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് അടിപൊളി സ്ഥലം നോക്കിയാലോ. ഈ വഴി നേരെ ചെല്ലുമ്പോൾ ഇനി നമുക്കൊരു അമ്പലം കവർ ചെയ്യാനുണ്ട്. അമ്പലം കഴിഞ്ഞിട്ട് 2 പള്ളികളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ എയർപോർട്ടിൻ്റെ പുറവശത്തേക്ക് നമ്മൾ ചെല്ലണേ. നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഈ വഴി തന്നെയാണ് ഇങ്ങോട്ട് പോയതും. പക്ഷേ ഇങ്ങോട്ട് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ അങ്ങോട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്തത്. അപ്പോൾ അറിയാവുന്നവർക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. എല്ലാവരും കാണുക. കണ്ട് അത്യാവശ്യം 1-2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ വഴി മനസ്സിലാക്കാവുന്നുള്ളൂ. ഇടതുവശം കണ്ട ഒരു അമ്പലത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇവിടെ ഒന്നും നമുക്ക് തിരിയേണ്ട ആവശ്യമില്ല. ഒരു കപ്പേളയുണ്ട് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ. ഇനി ഒരു പള്ളിയാണ് റൈറ്റ് സൈഡിൽ. ഇത് നെടുവന്നൂരിൽ നിന്ന് ചൊവ്വരയ്ക്ക് വന്ന വഴിയുള്ള ഇടതുവശത്തുള്ള കപ്പേളയാണ്. കപ്പേള കഴിഞ്ഞ് ഉടനെ തന്നെ റൈറ്റ് സൈഡിലുള്ള പള്ളിയാണ്. കാത്തോലിക്സിൻ്റെ ഒരു പള്ളിയാണ് ഈ കാണുന്നത്. ഇനി ഇവിടുന്ന് നേരെ ചെല്ലുമ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത് നെടുവന്നൂർ ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആലുവയ്ക്ക് പോകാം. അവിടെ റെയിൽവേ ഗേറ്റ് ഉണ്ട്. നമുക്ക് ആലുവയ്ക്ക് പോകണ്ട, റെയിൽവേ ഗേറ്റിൻ്റെ അവിടേക്കും പോകണ്ട. നമുക്ക് നേരെയാണ് പോകേണ്ടത്. അതുകൊണ്ടോ ഈ വഴിക്ക് നിന്ന് ഒരിക്കലും ലെഫ്റ്റ് എടുക്കരുത്. ഈ വഴിക്ക് നിന്ന് നേരെ, നല്ല വഴി കാണുമ്പോൾ പിന്നെ നേരെ. ഇനി വേറെ ഒരു സ്ഥലത്തും തിരിയേണ്ട. ഈ റോഡ് തന്നെ നേരെ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ റൺവേയുടെ സൈഡിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. പോകുന്ന വഴിക്ക് ഈ ചെല്ലണ വഴിക്ക് തന്നെ ഈ ഒരു ഫസ്റ്റ് ടേണിങ്ങിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു പള്ളി ഉണ്ട്. ഇതുണ്ടോ, യാക്കോബിസിൻ്റെ പള്ളിയാണ് നെടുവന്നൂരുള്ളത്. റെയിൽവേ ലൈനൊക്കെ പോകുന്നുണ്ട്. കാരണം നേരെ ചെല്ലണ കാണുന്ന ആ ഒരു കപ്പേള കണ്ടോ, അത് യാക്കോബിസിൻ്റെ കപ്പേളയാണ്. ഇനി അടുത്ത ടേണിങ് കാണുന്നത് കണ്ടോ, ആവണംകോട് സരസ്വതി ക്ഷേത്രത്തിൻ്റെ കണ്ടോ ആർച്ച് കണ്ടോ. ഇത് കഴിഞ്ഞ് 2 ടേണിങ് കൂടി കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ പുറവശമായി. ഇനി വേറെ ഒന്നും അറിയാനില്ല. അവിടെ ഇതെല്ലാം കാണുന്ന എയർപോർട്ടിൻ്റെ റൺവേയുടെ സൈഡാണ്. അപ്പോൾ എല്ലാവർക്കും പെരുമ്പാവൂർ സിഗ്നൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് മൂലൻസിൽ നിന്ന് ഈ എയർപോർട്ടിൻ്റെ പുറവശം വഴിയാണ് നമ്മൾ ഇത്രയും ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ കാണാത്തവർക്ക് വീണ്ടും വീണ്ടും കാണാം. അതുപോലെ തന്നെ വരാൻ ശ്രമിക്കുന്നവർക്ക് സുഖമായിട്ട് വരാൻ പറ്റിയൊരു വഴിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഈ പറയുന്ന പെരുമ്പാവൂർ സിഗ്നലിലോ അല്ലെങ്കിൽ ഔഷധി ജംഗ്ഷനിലോ അല്ലെങ്കിൽ ഒക്കലിലോ അല്ലെങ്കിൽ കാലടി പാലത്തിങ്ങോ കാത്തു കെട്ടി കിടക്കേണ്ട ഓരോ ആവശ്യമില്ല. ഇതുപോലെ പല വഴികളും ഇതിലുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് മറ്റു വഴികളുടെ വീഡിയോ നമ്മൾ ഈ പേജിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിലോ വരുന്നതായിരിക്കും. ഇതുണ്ടോ, സിയാലിൻ്റെ പാലമാണ് ഈ വരുന്നത്. നേരെ ചെന്നിട്ട് പാലത്തിൻ്റെ അടിയിൽ പോയിട്ട് നമ്മൾ റൈറ്റ് ആണ് എടുക്കുന്നത്. മുകളിൽ നിന്നുള്ള പാലം കണ്ടോ, ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പിന്നെ അത്താണിയിൽ നിന്ന് വരുന്ന വഴിയാണത്. അടുത്ത പാലം നോക്കിയാൽ അത് പഴയ പാലം. ആദ്യം കഴിഞ്ഞു പോയത് പുതിയ പാലമാണ്. ഇനി ഇവിടെ നമുക്ക് റൈറ്റ് തന്നെ എടുക്കണ്ടേ. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. നേരെ എയർപോർട്ട് റോഡിൻ്റെ സൈഡിലേക്ക് സമാന്തരമായിട്ട് താഴെ നിന്നുള്ളൊരു വഴി പോലെയാണ് ചെല്ലുന്നത്. ഇതുണ്ടോ, നോക്കിയോട്ടോ. പോണ വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ മറ്റേ ലുലുവിൻ്റെ കോർട്ട്യാർഡ് ഹോട്ടലൊക്കെ ഉണ്ട്, മറ്റേ ഫ്രൈഡ് കിച്ചൺ. നേരെ ചെല്ലുമ്പോൾ 1-2 ഹമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ CSFR വണ്ടികളൊക്കെ കൂടെ കിടപ്പുണ്ടാവും. അപ്പോൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വരാം. ഇനി നേരെ നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്നത്. നമ്മളിവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തു. കണ്ടോ ഇപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയുണ്ടോ. കണ്ടോ വലിയ ബോർഡ് കണ്ടോ, സോളാറിൻ്റെ മറ്റേ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടോ. അപ്പോൾ എല്ലാവർക്കും എയർപോർട്ടിലേക്ക് എത്തി. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്